മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഗഗൻയാൻ മിഷൻ. അഭിമാന ബഹിരാകാശ പദ്ധതിക്കായുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളിലുമാണ് ISRO ഇപ്പോൾ. ദൗത്യം തുടങ്ങിയപ്പോൾ തൊട്ട് അതിലെ യാത്രികരെക്കുറിച്ചും അവരുടെ മറ്റു വിവരങ്ങളുമെല്ലാം അജ്ഞാതമായിരുന്നു. എന്നാൽ ആ ദൗത്യത്തിൽ ഉൾപ്പെട്ട 4 യാത്രികരെ ISRO വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, കേരളത്തിന് തന്നെ അഭിമാന നിമിഷമാണിത്. 4 പേരടങ്ങുന്ന ആ സംഘത്തിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ക്വാഡ്രൺ ലീഡർ റാങ്കിലുള്ള ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പറത്തി പരിചയമുള്ളയാളാണ് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് റിപ്പോർട്ട്. ഇദ്ദേഹമായിരിക്കും ഗഗൻയാൻ യാത്രാ സംഘത്തിന്റെ കമാൻഡർ എന്നാണ് വിവരം. പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ 1999 വ്യോമസേനയിൽ ചേരുന്നത്. ഇപ്പോൾ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. സുഖോയ് 30 വിമാനത്തിന്റെ പൈലറ്റാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ 163ാമത്തെ കോഴ്സിലുണ്ടായിരുന്ന പ്രശാന്ത് നായർ 1999 ജൂൺ 19 ഇന്ത്യൻ എയർഫോഴ്സിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. പ്രശാന്ത് നായരെ കൂടാതെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് സംഘത്തിലുള്ളത്. പ്രശാന്ത് അടങ്ങുന്ന 4 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളതെങ്കിലും 3 പേരായിരിക്കും ബഹിരാകാശത്തേക്ക് പോവുക. തുമ്പയിലെ VSSCയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പമാണ് ഗഗൻയാൻ ദൗത്യ സംഘാംഗങ്ങളെ ആദ്യമായി ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്ന സുപ്രധാന ചടങ്ങ് നടന്നത്. യാത്രയ്ക്കായി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ആദ്യം 25 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ നിന്നാണ് ഈ 4 പേരെ തിരഞ്ഞെടുത്തത്. 3 വർഷം മുമ്പ് തന്നെ ഇവരെ തിരഞ്ഞെടുത്തെങ്കിലും ISRO ഇവരുടെ പേരുവിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. ഗഗൻയാൻ പദ്ധതിയുടെ 4 ടെസ്റ്റ് പൈലറ്റ്മാരും റഷ്യയിലാണ് പരിശീലനം പൂർത്തിയാക്കിയിരുന്നത്. 2020 ബഹിരാകാശ യാത്രയ്ക്കു വേണ്ടി 4 പേരെയും തെരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിന് അയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ 3 ദിവസത്തേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. ദൗത്യത്തിനു മുന്നോടിയായി യന്ത്രവനിത വ്യോമമിത്രയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം ഈ വർഷം ജൂണിൽ വിക്ഷേപിക്കാനാണ് ISRO പദ്ധതിയിടുന്നത്. ഇത്തരത്തിൽ 2 ഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബഹിരാകാശ യാത്രികരുമായി ഗഗൻയാൻ ദൗത്യം വിക്ഷേപിക്കുക. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്നതും തിരിച്ചു ഭൂമിയിൽ എത്തിക്കുക എന്നതും ഒരുപോലെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യമാണ്. 2025 അവസാനത്തോടെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനാകുമെന്ന് ISRO കരുതുന്നു. വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് ഇക്കൊല്ലം അവസാനം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. ചന്ദ്രയാൻ, മംഗൾയാൻ എന്നീ ബഹിരാകാശ ദൗത്യങ്ങളുടെ വിജയത്തിലൂടെ അന്താരാഷ്ട്ര രംഗത്ത് വലിയ പ്രശംസ നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. ഇത് മറികടന്ന് ബഹിരാകാശ രംഗത്ത് സൂപ്പർ പവർ ആവുക എന്നതാണ് ഗഗൻയാൻ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പ്രശാന്ത് നായരെ കൂടാതെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് സംഘത്തിലുള്ളത്.